അതൊക്കെ ബനൂ ഖുറൈളക്ക് അല്ലെങ്കിൽ ഖത്ഫാന്, ഔസിന്, ഖസ്റജിന്, ഖുറൈശിന് ഇവരുമായി ബന്ധപ്പെടുത്തി നാം കിടന്നുറങ്ങുക. അത് അവരെ പറ്റി അള്ളാഹു പറഞ്ഞതാണ്. അത് ഇവരെ പറ്റി അള്ളാഹു താക്കീത് ചെയ്തതാണ്. നമുക്ക് യാതൊരു ബന്ധവും അതിലില്ല. ഇങ്ങനെയാണോ പരിശുദ്ധ ഖുർആനിനെ ക്ലിപ്തപ്പെടുത്തി പരിമിതപ്പെടുത്തേണ്ടത്? ഒന്നുകൂടി വിശാലമായി ഭാഷാപരമായ അവഗാഹം വെച്ച് നിഷ്പക്ഷബോധത്തോടുകൂടി പാരായണം ചെയ്താൽ, ഇത് എന്നോടല്ലേ എന്റെ റബ്ബ് പറയുന്നത്, ഈ കാലഘട്ടത്തിലെ ജനങ്ങളോടല്ലേ അല്ലാഹുവിന്റെ കലാം സംവദിക്കുന്നത്, ഇത് തിരിച്ചറിയാൻ വലിയ ഒരു ബുദ്ധിയും അറിവും ഒന്നും ആവശ്യമില്ല. കുറെ ആയത്തുകൾ, ഖുർആനിലെ കുറെ പരാമർശങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായ പശ്ചാത്തല ചരിത്രപരമായ ഓരോ സംഗതികളായിരുന്നു. അതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ മറ്റാരോ പറഞ്ഞതുപോലെ ഒക്കെ മക്കക്കാർക്കും മദീനക്കാർക്കും ഖുറൈശികൾക്കും ബനൂ ഇസ്രായീലിനുമുള്ള ആയത്തുകളാണ്. എനിക്കും നിനക്കുമുള്ള ആയത്ത് എവിടെ സഹോദര? ഈ ചോദ്യം വരില്ലേ? വിശുദ്ധ ഖുർആൻ കലാമുല്ലാഹ്, കാലാതിവർത്തിയാണ്. ഇന്നത്തെ വർത്തമാനത്തോട് അത് സംവദിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന വിവാദങ്ങളോട് മറുപടി പറയാൻ പരിശുദ്ധ ഖുർആൻ എഴുന്നു നിൽക്കും.